ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് എം UDF-ലേക്ക് യാത്ര തുടങ്ങിയെന്ന സൂചന. ജോസ് കെ മാണിയെ തിരികെ എത്തിക്കാൻ ഹൈക്കമാൻഡ് ഇടപെട്ടതായി സൂചന വരുന്നു. LDF-ന്റെ മധ്യമേഖല ജാഥ നയിക്കാൻ ജോസ് കെ മാണി ഉണ്ടാകില്ല. ഡോക്ടർ ജയരാജാകും ജാഥ നയിക്കുക എന്നാണ് കേരള കോൺഗ്രസ് എം കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാറും പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് R ശ്രീജിത്തും കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണും തത്സമയം ചേരുകയാണ്. ആദ്യം ദിലീപ് കുമാറിലേക്ക്. ദിലീപ്, യഥാർത്ഥത്തിൽ AICC നേതൃത്വം ഇക്കാര്യത്തിൽ ഇടപെടുന്നു. ചില ഉന്നതരായ നേതാക്കന്മാർ വ്യക്തിപരമായി ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. പറയൂ ദിലീപ് കുമാർ. SKN കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് നിർണായകമായ കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. പ്രത്യേകിച്ച് പിന്നണിയിൽ, അണിയറയിൽ വലിയ നീക്കങ്ങളാണ് നടക്കുന്നത്. കേരള കോൺഗ്രസ് എം UDF പക്ഷത്തേക്ക് നീങ്ങുമോ എന്ന കാര്യത്തിലാണിപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ ആകാംക്ഷയത്രയും. അതിന് ഉപോദ്ബലകമായി കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിൽ 2 ഇടതുമുന്നണി യോഗങ്ങളിൽ ജോസ് കെ മാണി പങ്കെടുത്തിരുന്നില്ല. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം LDF തിരുവനന്തപുരത്ത് നടത്തിയ സത്യാഗ്രഹ സമരത്തിലും ജോസ് കെ മാണി പങ്കെടുത്തില്ല. അദ്ദേഹം വിദേശത്താണ് എന്നതാണ് അതിന് പറയുന്ന ന്യായീകരണം. മന്ത്രി റോഷി അഗസ്റ്റിനും ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജും പങ്കെടുത്തിരുന്നു എന്നും കേരള കോൺഗ്രസ് എം നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ വലിയ സമ്മർദ്ദം കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതൃത്വവും നേരിടുന്നുണ്ട്. അത് പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരിൽ നിന്ന് മാത്രമല്ല, സമുദായ നേതാക്കളിൽ നിന്ന് പോലും ആ നിലയിലുള്ള സമ്മർദ്ദമാണ് കേരള കോൺഗ്രസ് എം നേരിടുന്നത്. UDF-ലേക്ക് തിരിച്ചു പോകണം, കേരളത്തിൽ UDF-ന്റെ തിരിച്ചുവരവിനത് വലിയ സഹായകമാകും എന്ന നിലയിൽ ചർച്ച നടക്കുമ്പോഴാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡും ഈ വിഷയത്തിൽ ഇടപെടുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി തന്നെ ജോസ് കെ മാണിയുമായി സംസാരിച്ചു എന്നാണ് അറിയുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുൻകൈയെടുത്താണ് ഈ ഫോൺ വിളിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തത്. ആ നിലയിൽ അതിൽ ജോസ് കെ മാണി പ്രത്യേകിച്ചൊരു ഉറപ്പ് നൽകിയിട്ടില്ല. പക്ഷേ ജോസ് കെ മാണിയുടെ മനസ്സും UDF പക്ഷത്തേക്ക് നീങ്ങുന്നുണ്ടോ എന്ന സംശയം കേരള കോൺഗ്രസ് എമ്മിലെ ചില നേതാക്കൾക്കെങ്കിലുമുണ്ട്. കഴിഞ്ഞ തവണ 13 സീറ്റുകൾ LDF കേരള കോൺഗ്രസ് എമ്മിന് നൽകിയിരുന്നു. 12 സീറ്റുകളിൽ മത്സരിച്ചു. 5 കേരള കോൺഗ്രസ് എം കഴിഞ്ഞ തവണ വിജയിച്ചത്. UDF-ലേക്ക് ചെല്ലുകയാണെങ്കിൽ ആ നിലയിലുള്ള സീറ്റുകൾ, അത്രയും സീറ്റുകൾ ലഭിക്കുമോ എന്ന ആശങ്ക കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചില നേതാക്കൾക്കുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കീറാമുട്ടിയായി നിൽക്കുന്നത് പാലാ സീറ്റിൻ്റെ കാര്യത്തിലാണ്. UDF-ലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ സിറ്റിംഗ് MLA മാണി സി കാപ്പൻ ഇപ്പോഴും UDF-നൊപ്പം നിൽക്കുകയാണ്. മാത്രമല്ല കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആ UDF-നൊപ്പം നേരത്തെ മുതൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരാണ്. അവർക്കും കേരള കോൺഗ്രസ് മാണി വിഭാഗം ചെല്ലുന്നതിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ കോൺഗ്രസ് നേതൃത്വമാകട്ടെ കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം കൂട്ടണം എന്ന നിലപാടിലാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെയും വലിയ സമ്മർദ്ദം. കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന മുസ്ലിം ലീഗിനും ഇത്തവണ ഭരണം പിടിച്ചേ തീരൂ എന്ന വാശിയുണ്ട്. അതുകൊണ്ട് തന്നെ സഭാ നേതാക്കളെ കൂടി മുന്നിൽ ഇറക്കിക്കൊണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ UDF പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിൽ അവരും ചില നിർണായക നീക്കങ്ങൾ നടത്തുന്നുണ്ട്. മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകൾ, സാമുദായിക ഘടന നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ആ നിലയിൽ ചിന്തിക്കുന്നവരുമുണ്ട്. മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകൾ മുസ്ലിം ലീഗിലൂടെയും ജമായത്തെ ഇസ്ലാമിയിലൂടെയും ഇപ്പോൾ UDF ഉറപ്പിച്ചു നിർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടൊക്കെ അത് കോൺഗ്രസ് പക്ഷത്തേക്ക് ഈ ഹിന്ദു വോട്ടുകൾ, വിശ്വാസികളായവരുടെ വോട്ടുകൾ കൊണ്ടുവന്നു എന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് തെളിഞ്ഞു എന്ന നിലപാടിലാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുള്ളത്. നേരത്തെ LDF പക്ഷത്തേക്ക് പോയിരുന്ന ക്രൈസ്തവ വോട്ടുകൾ അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി UDF പക്ഷത്തേക്ക് വന്നിട്ടുണ്ട്. അത് പക്ഷേ ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ കേരള കോൺഗ്രസ് എം കൂടി വന്നേ തീരൂ എന്ന നിലപാടിലാണ്. 5 MLA-മാരിൽ 2 പേർ മുന്നണി മാറ്റത്തെ അനുകൂലിക്കുന്നുണ്ട്. 2 പേർ പക്ഷേ ശക്തമായി എതിർക്കുകയാണ്. ഒരാൾ ഇക്കാര്യത്തിൽ നിലപാട് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ അനുകൂലമായ ഘടകം ഒരുപാട് UDF-ന് ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗെയിം ചേഞ്ചറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർ തിടുക്കം കാണിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് R ശ്രീജിത്ത് കൂടി ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ വളരെ തന്ത്രപരമായ നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത്. AICC-യെ കൂടി, പ്രത്യേകിച്ച് സോണിയാഗാന്ധിയെ പോലെ ഒരാളെ കൂടി ഇടപെടുത്തിക്കൊണ്ട് ഈ ഒരു മാറ്റം ഉറപ്പിക്കാമെന്ന് അവർ കരുതുന്നു. വിവരങ്ങൾ. SKN നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിസ്മയങ്ങൾ ഉണ്ടാകും മുന്നണി ബന്ധങ്ങളിൽ എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രഖ്യാപിച്ചത്. ആ വിസ്മയത്തിലേക്ക് UDF ഒരടി കൂടി അടുക്കുകയാണോ എന്ന സംശയങ്ങൾക്ക് ഇടം നൽകുന്ന തരത്തിലുള്ള സൂചനകളാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ദിലീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ UDF-ലേക്കുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ മടങ്ങിവരവാണ്. UDF-ന്റെ സ്വാഭാവിക സഖ്യകക്ഷി എന്ന നിലയിൽ കേരള കോൺഗ്രസ് എമ്മിന് കൂടുതൽ ഇഴയെടുപ്പം UDF അണികളുമായിട്ടാണ്, UDF നേതൃത്വമായിട്ടാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇപ്പോൾ
UDF പുറത്താണ് ഈ കേരള കോൺഗ്രസ് എം ഉള്ളത്. അങ്ങനെ മടങ്ങി വരുമ്പോൾ എങ്ങനെയാണ് അവരെ സ്വീകരിക്കുക എന്ന കാര്യത്തിനെ പറ്റിയുള്ള ഒരു പാക്കേജും മറ്റും ചർച്ചകളിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പാലാ സീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ജോസ് കെ മാണി എവിടെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിലായാലും ലോക്സഭയിലേക്കുള്ള അവരുടെ പ്രാതിനിധ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഒരു പ്രത്യേക പാക്കേജ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിലുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്ന കാര്യം. ഇതോടൊപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം UDFിനുണ്ടായ ഒരു ആത്മവിശ്വാസം അതുകൂടി ഈ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് എമ്മിനെ UDFിലേക്ക് അടുപ്പിക്കാൻ ഇട നൽകിയിട്ടുണ്ട്. ലീഗ് അടക്കമുള്ള മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളെല്ലാവരും ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് എം UDFിലേക്ക് വരണം എന്ന കാര്യം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു, അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇന്നലെയും ലീഗ് ജനറൽ സെക്രട്ടറി PM എ സലാം പരസ്യമായി തന്നെ ഈ കേരള കോൺഗ്രസ് എം ഇവിടേക്ക് വരണം, കാരണം UDFിൻ്റെ ജനകീയ അടിത്തറ വിലപ്പെടുത്തുന്നു, UDFിനെ ഒരു വിശാല ജനാധിപത്യ പ്ലാറ്റ്ഫോമായി വികസിപ്പിക്കുമെന്നാണ് UDF നേതൃത്വം കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. അതുകൊണ്ടാണ് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മലയാളിയായ KC വേണുഗോപാലിൻ്റെ ഇടപെടലിൽ ഒരു ശക്തമായ നീക്കം ജോസ് കെ മാണിയെ കൊണ്ടുവരാൻ നടക്കുന്നത്. ഇപ്പോൾ ജോസ് കെ മാണി ഈ LDF നയിക്കുന്ന മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റനായിരുന്നു. ആ ജാഥ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന കാര്യം അറിയിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് പകരക്കാരനായി സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ജാഥ നയിക്കുമെന്നാണ് അറിയുന്നത്. ഫെബ്രുവരി 6-നാണ് ജാഥ നയിക്കാനുള്ള ജാഥ തുടങ്ങേണ്ടത്. ആ ജാഥയ്ക്ക് മുന്നോടിയായി തന്നെ രാഷ്ട്രീയ നീക്കങ്ങൾ ശക്തമായി നടക്കുമോ എന്ന കാര്യമാണ് അറിയാനുള്ളത്. എന്തായാലും ഈ രാഷ്ട്രീയ നീക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ സ്വാഭാവിക പരിണതി എന്നോണം ജോസ് കെ മാണി വിഭാഗം UDFിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും നേരത്തെ നമ്മൾ നൽകിയ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ കാരണം വേണം, ഒരു മുന്നണി മാറ്റത്തിന് ഉപോത്ബലകമായ രീതിയിലൊരു രാഷ്ട്രീയ കാരണം വേണം, മറ്റൊന്ന് സമയം വേണം. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റത്തിന് മുന്നിലുള്ള തടസ്സമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. SKN. ഓക്കെ, താങ്ക് യു ശ്രീജിത്തിന്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. പല പാർട്ടി നേതാക്കന്മാർക്കും പാർട്ടി പ്രവർത്തകർക്കും ഒരു ഇടതുപക്ഷ ചായ്വിൽ മുന്നോട്ട് നീങ്ങുന്ന ആളുകൾക്കും ഒക്കെ തന്നെ ഇത്തരമൊരു കക്ഷി മാറ്റം താല്പര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ടോബി വിശദാംശങ്ങളുമായി ചേരുന്നു. പറയൂ ടോബി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിഭാഗത്തിന് LDFിനൊപ്പം തന്നെ നിൽക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. കാരണം ഇങ്ങനെ അടിക്കടി ഭരണത്തിന് വേണ്ടി മുന്നണി മാറിക്കഴിഞ്ഞാൽ അത് വലിയ ഒരു അവമതിപ്പ് സാധാരണക്കാർക്കിടയിൽ പാർട്ടിയെക്കുറിച്ച് ഉണ്ടാകും. അതുകൊണ്ട് LDFിനൊപ്പം ഉറച്ചു നിൽക്കാമെന്നുള്ളൊരു നിലപാടാണ് പല ആളുകളും എടുക്കുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ പരാജയം, അതിനുശേഷം നമുക്കറിയാവുന്നതുപോലെ തന്നെ അവരുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലടക്കം വലിയ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെയും ഒക്കെ ഉയർന്നിരുന്നു. അന്നും ജോസ് കെ മാണി ഇടപെട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചത്. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോഴും ഇതേ അവസ്ഥയുണ്ടായി. അതായത് കേരള കോൺഗ്രസ് അവരുടെ നില മെച്ചപ്പെടുത്തി നിർത്തുമ്പോൾ പോലും വലിയ തിരിച്ചടി LDFിന് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഒരു മുന്നണി മാറ്റം അനിവാര്യമാണ്. പല MLA-മാർക്കും വിജയിക്കണമെങ്കിൽ UDFിനൊപ്പം നിൽക്കണമെന്നുള്ള ഒരു നിലപാട് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UDFിനൊപ്പം പോകുന്നതാണ് നല്ലത് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ചില MLA-മാർ എത്തിയിട്ടുണ്ട്. അതിന് സഭയും ഒരു നിർണായക ഘടകമായിട്ടുണ്ട്. സഭയുടെ കൃത്യമായുള്ള ഇടപെടൽ, കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഈ നേതാക്കൾക്ക് നൽകിക്കഴിഞ്ഞിരുന്നു UDFിനൊപ്പം നിൽക്കണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ രണ്ട് സ്വരം ഈ നേതാക്കൾക്കിടയിൽ ഉണ്ടായത്. പ്രധാനപ്പെട്ട നേതാക്കളിൽ രണ്ട് വിഭാഗമായി തിരിഞ്ഞു നിന്ന് അവരുടെ നിലപാടുകൾ പറയുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണിക്ക് ഒരു നിലപാട് എടുക്കാൻ സാധിക്കാതെ പോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ നീക്കം UDF ഒരു പക്ഷത്ത് നടത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ വരുന്ന 16-ാം തീയതി ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി അത് നിർണായകമാകും. അതിൽ കുറച്ചുകൂടി നേതാക്കളുടെ നിലപാടുകൾ പുറത്തു വരും. നമ്മളിപ്പോൾ പല നേതാക്കളുമായി സംസാരിച്ചപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് പാർട്ടിക്കുള്ളിൽ വലിയ ഭിന്നതയുണ്ട്. നേതാക്കൾക്കിടയിലും താഴെത്തട്ടിലുള്ള ചെറിയ നേതാക്കൾക്കിടയിലാണേലും അണികൾക്കിടയിലാണേലും രണ്ട് വിഭാഗമായി നിൽക്കുന്ന ആളുകൾ കേരള കോൺഗ്രസിൽ വന്നു കഴിഞ്ഞു. ഈ ഉടക്കി നിൽക്കുന്ന അല്ലെങ്കിൽ UDFിനൊപ്പം പോകണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ലീഡർഷിപ്പ്, അതായത് പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി അവരുടെ ഒരു ലീഡർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പിളപ്പിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. എന്തായാലും അത്ര രസത്തിലല്ല കേരള കോൺഗ്രസിനുള്ളിൽ കാര്യങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.